നമ്മളിൽ ഒരു പെൺകുട്ടിയെയും ഒരു ചെറുപ്പക്കാരന്റെയും നന്മ തകരാതിരിക്കാൻ ഇത്തരം കാര്യങ്ങൾ നാം ശ്രദ്ധിക്കുക. അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ അർത്ഥശങ്കക്കിടയില്ലാതെ പറയുന്നു, വലാ തഖറബുസ്സിനാ, വ്യഭിചാരത്തിലേക്ക് അടുത്തു പോകണ്ട കേട്ടോ. ഇന്നഹു കാന ഫാഹിഷ, അത് വളരെ വൃത്തികെട്ടതാണ്, വളരെ മേച്ഛമാണ്. വസാഅ സബീല, വൃത്തികെട്ട വഴിയുമാണത്. ആധുനിക ലോകം ഇന്ന് വലിയൊരു വെല്ലുവിളിയുടെ മുന്നിലാണ്. ലോകാരോഗ്യ സംഘടനയുടെ ആഹ്വാനപ്രകാരം ഡിസംബർ 1 ലോക എയ്ഡ്സ് ദിനമാണ്. മുസ്ലിമിന് അഭിമാനത്തോടെ പറയാൻ സാധിക്കും, മംഗലാപുരത്തെ കസ്തൂർബ മെഡിക്കൽ കോളേജിന്റെ കവാടത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് സൂറത്തുൽ ഇസ്രായിലെ 32-ാമത്തെ ആയത്തിന്റെ ഷോർട്ട് വാക്യങ്ങൾ. എന്തേ എഴുതി വെച്ചത്? വലാ തഖറബുസ്സിന ഇന്നഹു കാന ഫാഹിഷതൻ വസാഅ സബീല. ലോകത്തേത് ഗ്രന്ഥത്തിനാ പറയാൻ സാധിക്കുക? വ്യഭിചരിക്കരുത് എന്നല്ല, വ്യഭിചാരത്തിലേക്ക് അടുത്തു പോവരുത്. അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ എയ്ഡ്സ് എന്ന് പറയുന്ന മഹാദുരന്തം ലോകത്തൊരു ചോദ്യചിഹ്നമായി നിൽക്കുമ്പോ ഇബ്നു മാജ ഉദ്ധരിക്കുന്ന ഈ ഹദീസ് നിങ്ങളൊന്ന് കേട്ടോ. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമയിൽ നിന്ന് നിവേദനം, അഖ്ബല അലൈനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ ഞങ്ങൾക്കിടയിലേക്ക് വന്നു. ഫഖാല, എന്നിട്ട് അവിടെന്ന് പറഞ്ഞു, ലം തദ്ഹരിൽ ഫാഹിഷ ഹത്താ യുഅ്ലിനൂ ബിഹാ ഇല്ലാ ഫശാ ഫീഹി മുത്താഊൻ വല്ലൗജാഉ അല്ലതീ ലം തകുൻ മദത് ഫീ അസ്ലാഫിഹിം. ഇതാ തോന്നിവാസം ഒരു നാട്ടിൽ പ്രകടമാവുക, തോന്നിവാസം വ്യഭിചാരം ഒരു നാട്ടിൽ പ്രകടമാവുക, അത് ജനങ്ങൾ പരസ്യമാവുകയും ചെയ്താൽ ഇല്ലാ ഫശാ ഫീഹി മുത്താഊൻ, അവിടെ പ്ലാഗ് രോഗം പിടിപെടുന്നത് പ്രതീക്ഷിച്ചേ പറ്റൂ. വല്ലൗജാഉ, ചില വേദനാജനകമായ രോഗങ്ങൾ. 1400 കൊല്ലം മുമ്പ് അവിടെ നിന്ന് പറയുന്നു, അല്ലത്തി, എങ്ങനത്തെ രോഗങ്ങൾ, ലം തകുൻ മദത് ഫീ അസ്ലാഫിഹിം, അവരുടെ മുൻഗാമികളിൽ കേട്ടുകേൾവിയില്ലാത്ത വേദനാജനകമായ ചില രോഗങ്ങൾ. വ്യഭിചാരം വ്യാപകമായാൽ നിങ്ങൾ പ്രതീക്ഷിച്ചു കൊള്ളണമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കട്ടൻ ചായ കുടിക്കും പോലെയാണ് ഒരു പെണ്ണിനെ ഉപയോഗിക്കുന്നതെന്ന് നോവൽ എഴുതിയ നോവലിസ്റ്റുകൾ എവിടെ? ആണിന്റെയും പെണ്ണിന്റെയും മുടമുണ്ടൊരിച്ചിട്ട് കീശ വീർപ്പിച്ച മുതലാളിമാരെവിടെ? സിനിമയുടെയും സീരിയലുകളുടെയും പേരിൽ പെണ്ണിന്റെ മാനം വലിച്ചു ചീന്തിയ സാഹിത്യകുമാരന്മാരെവിടെ? അവരുണ്ടാക്കി തീർത്ത ദുരന്തത്തിന്റെ പരിണിത ഫലം ഏതോ ചേരി പ്രദേശത്തിലെ പെണ്ണ് നരകിച്ച് തീർക്കുമ്പോ എന്തേ അവർക്ക് മിണ്ടാട്ടമില്ലാത്തത്? മഹാദുരന്തം നമ്മുടെ ഗ്രാമപ്രദേശങ്ങളിൽ പോലും കടന്നു വരുന്നു. കൊണ്ടുവന്ന മയ്യത്ത് കുളിപ്പിക്കാൻ പോലും ആളില്ലാത്ത വിധം ഞങ്ങൾ തൊടൂലെന്ന് പറയുന്ന മയ്യത്തുകൾ. എയ്ഡ്സ് എന്ന് പറയുന്ന മഹാദുരന്തം. അത്തരം രോഗികളെ മാറ്റി നിർത്തണമെന്നല്ല ഞാൻ പറയുന്നത്. ആരോഗ്യ മേഖലയിൽ പ്രവർത്തിക്കുന്നവരുടെ നിർദ്ദേശം നമ്മൾ മാനിക്കണം. പക്ഷെ അതോടൊപ്പം ഞാൻ പറയട്ടെ, ഈ ഭീകരമായ രോഗം ആരെ ഇവിടെ കൊണ്ടുവന്നത്? ഏത് വഴിയിലൂടെയാണ് കടന്നു വന്നത്? ആ രോഗം വന്ന മുഴുവൻ ആളുകളും വ്യഭിചാരികളാണെന്ന വാദമൊന്നും നമുക്കില്ല. അങ്ങനെ ആയിക്കൊള്ളണമെന്നുമില്ല. പക്ഷേ ഈ ദുരന്തത്തെക്കുറിച്ച് വൈദ്യശാസ്ത്രം മുന്നറിയിപ്പ് നൽകുന്നു. ലൈൻ ബസ്സുകളുടെ പുറത്തു പോലും എഴുതി വെക്കേണ്ടി വന്നു, ലൈംഗിക പങ്കാളി ഒരാൾ മതി. കട്ടൻ ചായ കുടിക്കും പോലെ ലൈംഗികത ആസ്വദിക്കണമെന്ന് പറഞ്ഞവർ ഇന്ന് ലൈൻ ബസ്സിലും അതുപോലെ ട്രെയിനിലും ബസ് സ്റ്റോപ്പിലും ഒക്കെ എഴുതി ലൈംഗിക പങ്കാളികളെ പരിമിതപ്പെടുത്തണം. അള്ളാഹുവിന്റെ ദീൻ ലൈംഗികതയുടെ സുരക്ഷയെക്കുറിച്ച് പറഞ്ഞപ്പോൾ അത് കേട്ട് പരിഹസിച്ച ആളുകൾ ഇന്നിതാ തിരിച്ചു വന്നിരിക്കുന്നു. സൂറത്തുൽ ഇസ്രാഇന്റെ ആയത്ത് ആശുപത്രിയുടെ കമാനങ്ങളിൽ എഴുതി വെക്കുമാർ ഇസ്ലാമിനെ ലോകം അംഗീകരിച്ചു കൊണ്ടിരിക്കുന്നു. അൽഹംദുലില്ലാ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, മാരകമായ ദുരന്തങ്ങൾ വ്യഭിചാരത്തിലൂടെ കടന്നു വരുമെന്ന തിരിച്ചറിവ് ഓരോ ആണിനും പെണ്ണിനും ഉണ്ടാവണം. ലോക പ്രശസ്ത ഖുർആൻ പണ്ഡിതനായ മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ തങ്ങൾ ചില കാര്യങ്ങൾ വിളിച്ചു പറയുന്നുണ്ട്. എന്തേ വിളിച്ചു പറയുന്നത്? ഒന്ന്, ഇദാ റഅയ്തുമുസ് സുയൂഫ ഖദ് ഉരിയത് വദ്ദിമാഉ ഖദ് ഉഹ്രികത്, വാളുകൾ ഊരപ്പെട്ടതായി കണ്ടാൽ, ആയുധ കൂമ്പാരങ്ങൾ കണ്ടാൽ, ചോര ചിന്തുന്നത് കണ്ടാൽ സമാധാനമില്ല. ഓരോ ദിവസവും അവിടെ കുഴപ്പം ഇവിടെ കുഴപ്പം.
അവിടെ ബോംബ് സ്ഫോടനം, ഇവിടെ മാരകായുധം, അവിടെ ഒരാൾക്ക് പരിക്ക്, ഇവിടെ ഒരാൾക്ക് വെട്ട്. ആ നിലക്ക് നാട്ടിൽ അപകടങ്ങൾ പെരുകിയാൽ ഫഅലമു, നിങ്ങൾ മനസ്സിലാക്കിക്കോളണം, അന്ന ഹുക്മല്ലാഹി ഖദ് ളുയ്യ ഫീഹിം, അള്ളാഹുവിന്റെ വിധിവിലക്കുകൾക്ക് ആ നാട് വില കൊടുക്കുന്നില്ല എന്ന് മനസ്സിലാക്കണം. നാട്ടിൽ അക്രമ പരമ്പരകൾ പെരുകുമ്പോ, കൊലപാതകങ്ങളും ആയുധപ്പുരകളും ഒക്കെ കണ്ടെത്തപ്പെടുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ അവർ പാഴാക്കി. അങ്ങനെ പാഴാക്കിയപ്പോഴോ ഫന്തഖമല്ലാഹു ബിബഅലിഹിം മിൻ ബഅൽ, ചിലരെ കൊണ്ട് വേറെ ചിലർക്ക് അള്ളാഹു പ്രതികാരം കൊടുത്തു. നിങ്ങൾ തന്നെ തീർക്കൂ, നിങ്ങൾക്ക് എന്റെ വിധിവിലക്കുകളോട് താല്പര്യമില്ലല്ലോ. പരസ്പരം മനുഷ്യന്മാർ പ്രത്യാക്രമണം നടത്തിയത് അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ പാഴായപ്പോഴാണ്. ഒന്ന്. രണ്ട്, വഇദാ റഅയ്തുമുൽ മതറ ഖദ് മുനിഅ, നാട്ടിൽ മഴ കിട്ടാത്ത ഒരവസ്ഥ വന്നാൽ, മഴ വളരെ ചുരുങ്ങിയ ഒരവസ്ഥ വന്നാൽ, ഫഅലമു, നിങ്ങൾ മനസ്സിലാക്കണം, അന്നന്നാസ ഖദ് മനഉ സക്കാ, ജനങ്ങൾ സക്കാത്ത് കൊടുക്കാൻ വിസമ്മതിക്കുന്നുണ്ട്. മുതലാളിമാർ കണക്കനുസരിച്ച് സക്കാത്ത് കൊടുക്കുന്നില്ല. അങ്ങനെ കൊടുക്കാതെ വന്നപ്പോ ഫമനഅല്ലാഹു മാ ഇൻദഹു, അല്ലാഹു അവന്റെ അടുത്തുള്ളതും തടഞ്ഞു വെച്ചു എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഇത് സാധാരണക്കാരന്റെ വാക്കല്ല, സയ്യിദുൽ മുഫസ്സിരീൻ, ഖുർആൻ വ്യാഖ്യാതാക്കളുടെ നേതാവാണ്. മൂന്നാമത് മഹാനവർകൾ പറയുന്നു, വഇദാ റഅയ്തുമുൽ വബാ, വബാ രോഗം വ്യാപകമായത് കണ്ടാൽ, മാരകമായ ചില രോഗങ്ങൾ പ്രത്യക്ഷപ്പെടുന്നത് കണ്ടാൽ, ഫഅലമു, നിങ്ങൾ മനസ്സിലാക്കണം, അന്നസ്സിനാ ഖദ് ഫശാ, വ്യഭിചാരം വ്യാപകമായിട്ടുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ആയതുകൊണ്ട് ഒഴിവാക്കിക്കോ, അതിന്റെ വഴികൾ തന്നെ അടച്ചു കളഞ്ഞോ. അല്ലാഹു തആല അത്തരം സാഹചര്യങ്ങളിൽ നിന്ന് നാം ഏവരെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഇനി അങ്ങനെ ഒരു സാഹചര്യം കിട്ടി, ആരും കാണാനില്ല, അറിയാനില്ല, ഭർത്താവില്ല, ഉമ്മാറിയില്ല, മക്കളറിയില്ല, കാണാൻ കൊള്ളാവുന്ന പെണ്ണ്, അവള് വിളിച്ചിട്ട് പറഞ്ഞു ഇങ്ങോട്ട് വന്നോ എന്ന് പറയുമ്പോ, ഇന്നീ അഖാഫുല്ലാഹ്, എനിക്ക് അല്ലാഹുവിന് ഭയമാണെന്ന് പറയാൻ സാധിക്കണം. അതാ നമ്മുടെ വിഷയം. ഇനിയോ ഒരു പെണ്ണിന് പറയാൻ സാധിക്കണം, ഒരു പുരുഷൻ നിരന്തരം വിളിച്ചുകൊണ്ടിരിക്കുക. ഈ വിളിയുടെ പിറകിൽ ആധുനിക മാധ്യമങ്ങൾ, മൊബൈൽ ഫോണിനെ കുറിച്ച് വാല് പറയാത്ത സദസ്സില്ല. അതുകൊണ്ട് ഞാനത് പറയുന്നില്ല, ബോധപൂർവം ഞാൻ മാറ്റിവെക്കുകയാണ്. ഏതോ ആവട്ടെ, നിരന്തരം ഫോൺ കോള് വന്നു. എല്ലാ സൗകര്യവും ഒരുക്കിയിട്ടൊരു ചെറുപ്പക്കാരൻ വിളിച്ചു. ആ ചെറുപ്പക്കാരനോട് പറയാൻ സാധിക്കണം, ഇന്നീ അഖാഫുല്ലാഹ്, എനിക്ക് അല്ലാഹുവിനെ പേടിയാണ്. ബഹുമാനപ്പെട്ട ഗസാലി ഇമാം തന്റെ കിതാബിൽ ഒരു ആബിദായ മനുഷ്യന്റെ കഥ പറയുന്നുണ്ട്. അള്ളാഹുവിനെ ഏറെ പേടിച്ച ഒരു മഹാൻ. ആ മഹാൻ രോഗശയ്യയിൽ വീട്ടിൽ ശയ്യാവലംബനായി, വീട്ടിൽ കിടപ്പിലായി, പുറത്തു പോവാൻ നിവൃത്തിയില്ല. വീട്ടിലാണെങ്കിലോ പരമദാരിദ്ര്യം കടന്നു വരികയും ചെയ്തു. അയാളുടെ ഭാര്യ അങ്ങാടി അളക്കാൻ പോകുന്ന പെണ്ണല്ല. അയാളുടെ ഭാര്യ ജനങ്ങൾക്കിടയിൽ തെണ്ടാൻ നടക്കാറില്ല. പക്ഷേ വീട് പട്ടിണിയായപ്പോ തനിക്ക് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ സാധിക്കാതെ വന്ന ഒരു ദിവസം, കുഞ്ഞുമക്കൾ പട്ടിണി കിടന്ന് നിലവിളിക്കുമ്പോ അയാള് ഭാര്യയോട് പറഞ്ഞു, പെണ്ണേ, നീ സാധാരണ ഞാൻ ധാന്യം വാങ്ങാറുള്ള കടയിൽ പോയിട്ട് ഒരിത്തിരി ധാന്യം കടം തരാൻ പറയണം. എനിക്ക് അല്ലാഹു ആരോഗ്യം തിരിച്ചു തന്നാൽ ഞാൻ സംഖ്യ തിരിച്ചു കൊടുത്തേക്കാം. ഭാര്യ പോയി, സഞ്ജിയുമായിട്ട് പോയി. കച്ചവടക്കാരൻ സാധാരണ വരുന്നതിന് വിപരീതമായി കാണാൻ കൊള്ളാവുന്ന, ഇതുവരെ പുറത്തു കാണാത്ത ഒരു പെണ്ണ് വന്നപ്പോ അയാൾ മുതലെടുത്തു. ദാരിദ്ര്യമാണല്ലോ എവിടെയും ചൂഷണം ചെയ്യപ്പെടുന്നത്. ദാരിദ്ര്യമാണ് ചൂഷണം ചെയ്യപ്പെടുക. വല്ലാതെ പേടിക്കണം ദാരിദ്ര്യത്തെ. ദാരിദ്ര്യം മനുഷ്യനെ കുഫ്റിലേക്ക് വരെ നയിക്കും. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ആശുപത്രിയിൽ കിടക്കുന്ന ഭർത്താവിന് മരുന്ന് വാങ്ങാൻ ഗതിയില്ലാഞ്ഞിട്ട് ശരീരം വിൽക്കുന്ന പെണ്ണിനെ കുറിച്ചും പെണ്ണുങ്ങളെ കുറിച്ചുമൊക്കെ വാർത്ത വായിച്ചിരുന്നു നമ്മൾ. എത്ര ഭീകരമാണ് ആ രംഗം. ആശുപത്രി കിടക്കയിൽ മരണത്തോട് മല്ലടിക്കുന്ന ഭർത്താവിന് മരുന്ന് വാങ്ങാൻ കാശില്ലാഞ്ഞിട്ട് ഭാര്യയും ഭർത്താവും കൂടെ ആലോചിക്കുക, എന്താ വഴി?
അവസാനം ഭർത്താവ് തന്നെ പറയുക, കാമവെറിയന്മാർ പുറത്തു നിൽക്കുന്നുണ്ടാവും, നീ അവർക്ക് നിന്റെ ശരീരം കൊടുത്തോ, എന്നിട്ട് 100 200 കിട്ടിയിട്ട് മരുന്ന് വാങ്ങിക്കോ. അല്ലാഹു നമ്മയൊക്കെ കാത്തുരക്ഷിക്കട്ടെ. എത്ര കഥകൾ! ഇതൊന്നും കാണാനുള്ള കണ്ണ് നമുക്കില്ലെന്ന് മാത്രം. ഏതോ ആവട്ടെ, ദാരിദ്ര്യമാണ് ചൂഷണം ചെയ്യപ്പെടുന്നത്. ആ ദാരിദ്ര്യവുമായിട്ട് കടന്നു വന്നപ്പോ പീഡികക്കാരന്റെ സ്വഭാവത്തിനൊരു മാറ്റം. അയാൾ പറഞ്ഞു, ധാന്യം തരാം, നിനക്ക് ഗോതമ്പ് തരാം, പക്ഷേ ഒരു ഡിമാൻഡ് ഉണ്ട്. എന്താ ഡിമാൻഡ്? നിന്റെ ശരീരം എനിക്ക് തരുമെങ്കിൽ കടമായിട്ട് എഴുതി വെക്കേണ്ട ആവശ്യമില്ല, നിനക്ക് വേണ്ട ധാന്യം ഞാൻ തന്നേക്കാം. സഞ്ചിയും മടക്കി പിടിച്ചിട്ട് അവള് പറഞ്ഞു, അങ്ങനത്തെ ധാന്യം എനിക്ക് ആവശ്യമില്ല. തിരിച്ചു വീട്ടിൽ വന്നപ്പോഴോ ഭർത്താവ് ബോധമില്ലാത്ത ഉറക്കിലാണ്. ഭർത്താവ് തളർന്നവശനായി ഉറങ്ങുന്നു. മക്കളൊക്കെ ഉമ്മയെ കാത്തിട്ട് നിൽക്കുന്ന മക്കൾ ഉമ്മയെ കണ്ടപ്പോ പറയാൻ തുടങ്ങി, നഹ്നു നമൂതു മിനൽ ജൂ, ഞങ്ങൾ വിശന്നിട്ട് ഇപ്പൊ മരിച്ചു പോകും ഉമ്മ, ഞങ്ങൾക്ക് വല്ലതും കിട്ടിയില്ലെങ്കിൽ അപകടമാണ്. വാവിട്ട് നിലവിളിക്കുന്ന മക്കൾ ഒരു ഭാഗത്ത്, ബോധമില്ലാതെ ഉറങ്ങുന്ന ഭർത്താവ് ഒരു ഭാഗത്ത്. എന്ത് ചെയ്യണമെന്നറിയാതെ മക്കളെ കുറിച്ചോർത്താൽ ഉമ്മക്ക് പിന്നെ വേറെ ചിന്തയില്ലല്ലോ. ഓടിക്കിരച്ചു വന്നിട്ട് ഈ മനുഷ്യനോട് പറഞ്ഞു, എന്റെ ശരീരം നിനക്ക് സമർപ്പിച്ചാലും എനിക്കൊരിത്തിരി ഗോതമ്പ് കിട്ടാതെ വഴിയില്ല. അങ്ങനെ വഴിക്ക് വാ എന്ന് പറഞ്ഞിട്ട് ആബിദത്തായ ഈ പെണ്ണിന്റെ ശരീരത്തിലേക്ക് കയറാൻ ഈ മനുഷ്യനങ്ങ് മുതിർന്നപ്പോൾ ഇർതഅദത് മഫാസിലുഹാ, ഇവളുടെ ശരീരത്തിലെ ഓരോ കെണുപ്പുകളും വിറക്കാൻ തുടങ്ങി. ഹത്താ കാദത് അളൗഹാ തസൂലു അൻ മവാദിഹാ, ശരീരത്തിൽ നിന്ന് ഓരോ അവയവങ്ങളും വിട്ടുപോകുമോ എന്ന നിലക്ക് അവളുടെ ശരീരം ഇങ്ങനെ കിടുകിടാ വിറക്കാൻ തുടങ്ങിയപ്പോ ഈ മനുഷ്യന്റെ ചോദ്യം, മാലക്കി എന്തു പറ്റിയടി? ആരും കാണില്ല, നിന്റെ ഭർത്താവ് രോഗിയായിട്ട് കിടപ്പിലാണ്, നിന്റെ മക്കൾ തളർന്നവശരായിട്ട് അവിടെ കാത്തു നിൽക്കുന്നുണ്ട്, ആരോരുമില്ലാത്ത ഈ ലോകത്ത്. ഈ ആരോഗ്യ ദൃഢഗാത്രനായ എന്റെ ശരീരം നിനക്ക് സ്വീകരിക്കുന്നതിൽ എന്താണ് അപാകതയെന്ന് ചോദിക്കുമ്പോ വിറച്ച് വിറച്ച് എല്ലാ ക്ഷമയും നഷ്ടപ്പെട്ട് പൊട്ടിക്കരഞ്ഞിട്ടൊരൊറ്റ പറച്ചിൽ, ഇന്നീ അഖാഫുല്ലാഹ്. ആര് കണ്ടില്ലെങ്കിലും, എന്റെ ഭർത്താവ് അറിയില്ലെങ്കിലും, എന്റെ മക്കൾ അറിയൂലെങ്കിലും, എന്റെ ഉമ്മ ബാപ്പമാർ സാക്ഷികളല്ലെങ്കിലും, ഇന്നീ അഖാഫുല്ലാഹ്, എല്ലാ രഹസ്യങ്ങളും അറിയുന്ന ഒരു റബ്ബ്, എല്ലാ പരസ്യങ്ങളും ഒപ്പിയെടുക്കുന്ന ഒരു റബ്ബ് ഈ വിജനതയിലെ എന്റെ ശരീരം നോക്കി നിൽക്കുന്നില്ലയോ? എനിക്ക് അല്ലാഹുവിനെ ഭയമാണടോ. ഞാൻ കിടന്നത് 1 മണി ഗോതമ്പിന് വേണ്ടിയാണ്. ഈ തഖ്വയുടെ സ്വരം കേട്ടപ്പോ, ഈ ഒരു ഉത്കടമായ തഖ്വയുടെ ഉന്നതമായ ചിന്തയങ്ങ് കേട്ടപ്പോ ആ മനുഷ്യന് പിന്നെ എന്ത് വികാരം? ഈ ദാരിദ്ര്യത്തിന് നടുവിലും അള്ളാഹുവിനെ കുറിച്ച് ഓർക്കുന്ന പെങ്ങളെ, നിന്നെ ഞാൻ വൃത്തികേടാക്കുകയോ? അയാൾ ചാടി എണീറ്റ് മാപ്പപേക്ഷിക്കുന്ന സംഭവം ഗസാലി ഇമാം തന്റെ കിതാബിൽ എഴുതി വെക്കുന്നത് കാണാം. ഇത് പറയാനുള്ള ഒരു ചങ്കൂറ്റം വേണം എന്റെ പെണ്ണിന്, അത് പറയാൻ സാധിക്കണം എന്റെ കൂട്ടുകാരന്. ഇന്നീ അഖാഫുല്ലാഹ്, എനിക്ക് അല്ലാഹുവിനെ പേടിയാണ്. അങ്ങനെ പറയുന്നവരുണ്ടോ? അവർക്ക് തണൽ കൊടുക്കാമെന്നാണ് ഹദീസിൽ പറയുന്നത്. അതാണ് 5ാമത്തെ വിഭാഗം. 6. വളരെ ചുരുക്കി പറയാം, നമ്മുടെ സമയം വളരെ വിലപ്പെട്ടതാണ്, പൂർത്തീകരിക്കാതെ നമുക്ക് നിവൃത്തിയില്ല. 6ാമത്തെ വിഭാഗം